മുഖം വെളുപ്പിക്കാനുള്ള എന്തോ സാധനമാണെന്ന് തോന്നുന്നു. ഫെയർ ആൻഡ് ലവ്ലി പോലെയുള്ള ഞാൻ ഈ വഴിയൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഈ പരസ്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ മനുഷ്യൻ പറ്റിക്കാനുള്ള സാധനങ്ങളാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു പരസ്യവും ശ്രദ്ധിക്കാറില്ല. പരസ്യം നോക്കിയിട്ട് ഒരു സാധനവും വാങ്ങിക്കാറില്ല. ഇന്ദുലേഖ എന്ന് പറഞ്ഞ മുഖം വെളുപ്പിക്കാനുള്ള ക്രീം, അതുപോലെ അവരുടെ തന്നെ ധാത്രി എന്ന് പറഞ്ഞ മുടി വളരാനുള്ള ഏതോ സിനിമാ നടിയും മറ്റൊക്കെയാണ് പരസ്യത്തിലുള്ളത്. ആ കേശതൈലം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവരുടെ മുടി ഇതുപോലെ ആയത്. ഞാനും വേണമെങ്കിൽ പരസ്യത്തിന് നിൽക്കാൻ പറ്റും. ഈ കേശതൈലം ഉപയോഗിച്ചുകൊണ്ടാണ് എന്റെ തല ഇതുപോലെ ആയത്. പക്ഷെ വക്കീലന്മാർക്ക് പരസ്യത്തിനൊക്കെ പാടില്ല. അതുകൊണ്ടാണ് വക്കീലന്മാർ പരസ്യത്തിൽ നിന്ന പണി പോയി. വേറെ എന്ത് തോന്നിവാസം പണി ചെയ്യാം. പെൺവാണിപ്പ കേസിൽ പ്രതിയായാലും കുഴപ്പമില്ല, പിന്നെ പ്രാക്ടീസ് തുടരാം. പക്ഷെ പരസ്യത്തിൽ നിന്നാൽ പണി പോയി. പണ്ട് എറണാകുളത്തൊരു വക്കീലിന് പറ്റിയതാണ്. കൃഷ്ണപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. റിട്ടയർ ചെയ്ത ജില്ലാ ജഡ്ജി. റിട്ടയർ ചെയ്തതിനു ശേഷം പ്രാക്ടീസ് ചെയ്തു. പരസ്യത്തിൽ നിന്നും അദ്ദേഹം ഗോൾഡ് ഫ്ലേക്കിന്റെ പരസ്യം. ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനും റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുമായ കൃഷ്ണപിള്ള പറഞ്ഞു, കേസ് കെട്ടുകൾ വായിച്ച് ക്ഷീണിക്കുമ്പോൾ ഞാൻ വലിക്കുന്ന സിഗരറ്റ് ഗോൾഡ് ഫ്ലേക്ക്. അദ്ദേഹത്തിന്റെ പേരിൽ പിറ്റേ ദിവസം നടപടി വന്നു. ബാർ കൌൺസിൽ നടപടി എടുത്തു. വക്കീലന്മാർ പരസ്യത്തിലേക്ക് മനസ്സിലായി. പിന്നെ കൃഷ്ണപിള്ള അതിലും ബുദ്ധിമാനായ കാരണം അദ്ദേഹം ഗോൾഡ് ഫ്ലേക്ക് കമ്പനിക്കെതിരെ കേസ് കൊടുത്തു. എന്റെ അറിവോ അനുവാദമോ സമ്മതമോ കൂടാതെ എന്റെ പടം പരസ്യത്തിൽ ദുരുപയോഗം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ കാരണങ്ങൾ. പക്ഷെ അതിലുണ്ടായ ഒരു വലിയ അപകടം എന്നത് ഇദ്ദേഹത്തിന്റെ പേര് ആളുകൾ പിന്നീട് കുറച്ച് കളഞ്ഞപ്പോ വിൽസ് കൃഷ്ണപിള്ള എന്നാണ്. അതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തമാശ. അദ്ദേഹം ഗോൾഡ് ഫ്ലേക്കിന്റെ പരസ്യത്തിലാണ് നിന്നതെങ്കിലും അദ്ദേഹത്തിന്റെ വട്ടപ്പേര് വേറെ കൃഷ്ണപിള്ളമാർ ഒരുപാടുണ്ട് ഹൈക്കോടതിയിൽ. ഇദ്ദേഹത്തെ വിൽസ് കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു തമാശ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ ധാത്രിയുടെയും ഇന്ദുലേഖയുടെയും രണ്ടും ഒരു കമ്പനി ഉണ്ടാക്കുന്നത്. അതിന്റെ ഓഫീസും ഫാക്ടറിയും ഒക്കെ നമ്മുടെ ഡ്രഗ് കൺട്രോളറുടെ ഓഫീസുകാർ വന്ന് പരിശോധിച്ച് മുദ്ര വെച്ചു. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള യാതൊരു ഔഷധ ഗുണവും ഈ പറഞ്ഞ രണ്ട് സാധനത്തിനും ഇല്ല എന്ന അല്പം വൈകിട്ടാണെങ്കിലും ഡ്രഗ്സ് കൺട്രോളർക്ക് മനസ്സിലായി. ഈ വാർത്ത എത്ര പത്രത്തിൽ വന്നു, എത്ര TV ചാനലിൽ വന്നു? സത്യം പറയട്ടെ, രണ്ട് പത്രത്തിൽ വന്നു. ഒന്ന് NDF-കാർ നടത്തുന്ന തേജസ്സിന് ഇവർ പരസ്യം കൊടുക്കാറില്ലായിരുന്നു എന്ന് തോന്നി. പിന്നെ ഒന്ന് എന്നെ ഞെട്ടിച്ചത് മുസ്ലിം ലീഗുകാർ നടത്തുന്ന ചന്ദ്രികയിലും നല്ല പ്രാധാന്യത്തോടെ വന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല. ചിലപ്പോൾ സബ് എഡിറ്ററുടെ വിവരം കേട്ടുകൊണ്ട് സംഭവിച്ചതായിരിക്കാം. അങ്ങനെയും സംഭവിക്കും ചില പത്രങ്ങളിൽ. ചന്ദ്രികയിലൊക്കെ സാധാരണ അങ്ങനെ പറ്റും. പല വാർത്തകളും ഇത് പാർട്ടിക്കും അല്ലെങ്കിൽ പാർട്ടി താല്പര്യത്തിനും സർക്കാരിനും എതിരാണെന്നുള്ളത് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര പ്രഗത്ഭന്മാരായ ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചതാണെന്ന് ഞാൻ വിചാരിക്കും. എന്തുകൊണ്ട് ഈ വാർത്ത പത്രത്തിൽ വന്നു? കാരണം ഇന്ദുലേഖയുടെ അല്ലെങ്കിൽ ധാത്രിയുടെ പരസ്യങ്ങൾ നിരന്തരമായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ എല്ലാ പത്രങ്ങളും. മാതൃഭൂമിയായിട്ടും മനോരമയാകട്ടെ, അവർക്ക് സമൂഹത്തോടോ ഇതിന്റെ ഉപഭോക്താക്കളോടോ പത്രം വായിക്കുന്ന ആൾക്കാരോടോ വാങ്ങിക്കുന്നവരോടോ യാതൊരു പ്രതിബദ്ധതയില്ല. അവരുടെ പ്രതിബദ്ധത എന്ന് പറയുന്നത് പരസ്യക്കാരോടാണ്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇനി വേറൊന്നും പറയാം. മുസ്ലിം പവർ എക്സ്ട്രാ എല്ലാവർക്കും അറിയാമല്ലോ, ഭൂലോക തട്ടിപ്പാണ്. ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഗുണം കിട്ടുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന ആളുകൾ മാത്രമാണ്. കുന്നത്ത് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് മാത്രമാണ്. അവർക്ക് നല്ലപോലെ ലാഭമുണ്ടാകുന്നുണ്ട്. ഈ സാധനത്തിനെതിരെ പൊതു താല്പര്യം ആദ്യം വാർത്തകൾ ഈ ചില പത്രങ്ങളിൽ വന്നു. പിന്നീട് ഹൈക്കോടതിയിൽ കേസുണ്ടായി. ഇതിന്റെ പരസ്യം പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഒരു സമയത്ത് ഉത്തരവിട്ടു. ഈ ഹൈക്കോടതി ഉത്തരവിന്റെ വാർത്ത രണ്ട് പത്രത്തിലാണ് വന്നത്. ഒന്ന് മാധ്യമത്തിലും, മറ്റേത് സിറാജ് എന്ന് പറഞ്ഞ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന പത്രത്തിൽ. വേറെ ഒരു പത്രത്തിലും വന്നില്ല. ദേശാഭിമാനിയിൽ കുറച്ച് തെറ്റിദ്ധാരണജനകമായ രീതിയിൽ ഈ വാർത്ത വന്നു. ഈ പറഞ്ഞ പോലെ കോർട്ട് ഓർഡർ വായിച്ചിട്ട് ദേശാഭിമാനി ലേഖനം മനസ്സിലായി. ദേശാഭിമാനിയിൽ ഇങ്ങനെ പല അബദ്ധങ്ങളും സംഭവിക്കുമല്ലോ. പലപ്പോഴും ദേശാഭിമാനിയിൽ വരുന്ന അബദ്ധങ്ങളൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല. അത്ര അധികം അബദ്ധങ്ങൾ വരുന്ന പേപ്പറുണ്ട്. ചന്ദ്രികയിൽ വെട്ടുന്ന വാർത്തകൾ. ഉദാഹരണത്തിന് മറ്റേ പട്ടിതീറ്റ മത്സരം ഓർക്കുന്നില്ല. അമേരിക്കൻ നാഷണൽ ഡേ പ്രമാണിച്ച് ജൂലൈ 4-ാം തീയതി അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ തീറ്റ മത്സരം. ഇവിടെ ഇഡ്ഡലിയൊക്കെയാണ് തിന്നാൻ കൊടുക്കുന്നതെങ്കിൽ അവിടെ ഹോട്ട് ഡോഗ് എന്ന് പറഞ്ഞ ഒരു പലഹാരമാണ്. പരിപ്പൂടയൊക്കെ പോലത്തെ ഒരു സാധനം. ഹോട്ട് ഡോഗ് കഴിക്കുന്ന മത്സരത്തിൽ ഒരു അമേരിക്കക്കാരൻ 74 ഹോട്ട് ഡോഗ് ഒറ്റയടിക്ക് 10 മിനിറ്റ് കൊണ്ട് കഴിച്ച് സമ്മാനം മേടിക്കും. അത് അവന്റെ പേരിൽ തന്നെ ഉണ്ടായിരുന്ന ലോക റെക്കോർഡ് തിരുത്തുകയാണ് ചെയ്തത്. ഈ വാർത്ത മലയാളത്തിൽ ഒരു പത്രത്തിലും വന്നില്ല. കാരണം അത് വരാൻ പാകത്തിലുള്ള പ്രാധാന്യം ഒരു പത്രത്തിനും തോന്നിയില്ല. CNN-ൽ ഇത് തത്സമയ സംപ്രേഷണമുണ്ട്. അമേരിക്കയിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന രീതിയിൽ
ദേശാഭിമാനിയുടെ ഡെസ്കിലിരിക്കുന്ന ആളുകൾ നോക്കിയപ്പോൾ പട്ടി ഹോട്ട് ഡോഗ് എന്നുള്ളതും വെച്ച് ചൂടോടുകൂടി പട്ടിയെ തിരുന്ന എന്തോ പരിപാടിയാണ്. പട്ടി തീറ്റ മത്സരം അമേരിക്കക്കാരൻ ലോക റെക്കോർഡ് തിരുത്തി കുറിച്ചു. ഇരുന്നിരിപ്പിൽ 74 പട്ടിയെ ചൂടോടെ പഠിച്ചു. കാരണം ഹോട്ട് ഡോഗാവുണ്ട്. ഇത് തമാശ അവിടെ തീർന്നില്ല. പിറ്റേ ദിവസം ഈ പത്രം അച്ചടിച്ച് വന്ന ഉടനെ, ഈ വായിച്ച ഉടനെ മുരളി പെരുന്നെല്ലി എന്ന് പറഞ്ഞ ഒരു MLA ഉണ്ട്. മണലൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു യുവ സഖാവാണ്. സഖാവ് കാലത്ത് നിയമസഭയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിയമസഭ 8 മണിക്ക് ആരംഭിക്കും, ദേശാഭിമാനി വായിച്ചിട്ടാണ് പോയത്. അപ്പോൾ പട്ടിത്തീറ്റ മത്സരത്തിൽ അമേരിക്കക്കാരൻ ഒന്നാമതായി. പുള്ളി ആവേശഭരിതനായി. അവിടെ ചെല്ലുമ്പോഴാണ് സാജു പോൾ എന്ന് പറയുന്നത് നമ്മുടെ അങ്കമാലി MLA അല്ല, പെരുമ്പാവൂർ MLA. അദ്ദേഹം അമേരിക്കയിൽ പോയി വന്ന് അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് നിയമസഭയിൽ പറയുന്നു. സാർ, അമേരിക്കയിൽ ആകെ ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ് എന്നൊക്കെ പ്രസംഗിക്കുന്നത്. മുതലാളിത്തം തകരുകയാണെന്ന് സാജു പോൾ പറഞ്ഞപ്പോൾ മുരളി പെരുന്നെല്ലി എഴുന്നിട്ട്, സാർ, സാമ്പത്തിക പ്രതിസന്ധി കാരണം അമേരിക്കക്കാർ ഇപ്പോൾ പട്ടിയെ തന്നാണ് സാർ ജീവിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ MLA പറഞ്ഞ നിലവാരം, നമ്മുടെ ദേശാഭിമാനിയുടെ നിലവാരം. ഞാൻ പറഞ്ഞത്, ദേശാഭിമാനിയിൽ ഈ മുസ്ലിം പവർ പരസ്യം കൊടുക്കരുതെന്നുള്ള വാർത്ത വന്നപ്പോൾ സഖാവിന്, ലേഖക സഖാവിയെ വാർത്ത വായിച്ച തെറ്റായിട്ടാണ്. അദ്ദേഹം വിചാരിച്ചത് വാർത്തകൾ മുസ്ലിം പവറിന്റെ പരസ്യം കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞ് വാർത്ത പറഞ്ഞു. മറ്റെല്ലാ പത്രങ്ങളും ഈ വാർത്ത തമസ്കരിച്ചു. കാരണം മുസ്ലിം പവർ നല്ലപോലെ പരസ്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന പരസ്യം, ലിസ്റ്റിന്റെ പരസ്യം ഉദാഹരണത്തിന് എത്രയോ വലിയ തട്ടിപ്പാണ്. അത് തട്ടിപ്പാണ് എന്ന് മനസ്സിലായതിനു ശേഷം പിന്നെയും അതേ മാതൃകയിൽ നിങ്ങളുടെ മാവും പൂക്കും എന്നൊരു പരസ്യം ഉണ്ടായിരുന്നു. അതേ കമ്പനിയുടെ തന്നെ അതേ സംഗതികൾ, അതേ രീതിയിലുള്ള തട്ടിപ്പ്. ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുന്നു, നിങ്ങൾക്ക് ഒരിക്കലും സമ്മാനം അടിക്കാൻ പോകുന്നില്ല, പണം അവർ കൈക്കലാക്കും. വീണ്ടും പരസ്യം കൊടുക്കുന്നു, നിങ്ങളുടെ മാവും പൂക്കും. ഈ പരസ്യം പ്രസിദ്ധീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും അറിയില്ല. ലിസ്റ്റുകാരനാണ്. അത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അതേ മുതലാളി, അതേ പരസ്യം, അതേ തട്ടിപ്പ്, അതേ തന്ത്രം. അത് നിരോധിക്കുന്നവരെ പരസ്യം കൊടുത്തില്ലേ? എന്തുകൊണ്ടാണ് കൊടുത്തത്? അപ്പോൾ പ്രതിബദ്ധതയുള്ളത് അവനവനോട് അവനവന്റെ പോക്കറ്റിനോടും മാത്രമാണ്. ഇനി വാർത്തകൾ കൊണ്ട് പരസ്യത്തിന്റെ കാര്യമാണ്. ഒറ്റ കാര്യം കൂടി പറയാം. പരസ്യം ചിന്ത വായിക്കുന്നവർ ഈ കൂട്ടത്തിൽ കുറവായിരിക്കും. ആരും വായിക്കാറില്ല. 3000 കോപ്പി അവരുടെ ആകെ അടിക്കുന്നത്. ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദേശാഭിമാനിയല്ല, കൂടിയ സാധനമാണ്. താത്വിക വാരികയാണ്. MS നമ്പൂരിപ്പാടുള്ള കാലത്ത് നമ്പൂരിപ്പാടൊക്കെയാണ് അതിൽ കാര്യമായിട്ട് എഴുതിയത്. നമ്പൂരിപ്പാട് മരിച്ചപ്പോൾ പിന്നെ എഴുതാൻ ആളില്ലാതെ പിന്നെ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ ഭാവനക്കനുസരിച്ച് മാർക്സിസം ലെനിനിസത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരു പരസ്യം ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയില്ല. സ്ഥിരമായി അത് അയ്യപ്പ ഫാർമസി 12. എന്തെന്ത് രഹസ്യം തന്നെ. അയ്യപ്പ ഫാർമസി ഉണ്ടാക്കുന്ന മരുന്നുകൾ എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ കരിങ്കുരക്ക് രസായനം പോലത്തെ മരുന്നുകളാണ്. ഇത് ഉണ്ടാക്കുന്നത് കൊണ്ട് വൈദ്യരല്ലാതെ ഉപയോഗിക്കുന്നവർക്ക് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, പലതും നിരോധിക്കേണ്ടതാണ്. അത് ഞാനിപ്പോ അതിന്റെ പലതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ചിന്തയിൽ വന്നുകൊണ്ടിരുന്ന പരസ്യം മാത്രം പറയാം. പരസ്യം ഇങ്ങനെയാണ്: നല്ല നിറം വരാൻ. നല്ല നിറം എന്ന് പറഞ്ഞാൽ ഏത് നിറമാണ്? അച്യുതാനന്ദന്റെ നിറമല്ല, അത് നല്ല നിറമല്ല. നായനാരുടെ നിറം, അതാണ് നല്ല നിറം. അതായത് വെളുത്ത നിറം. പാർട്ടിക്കാരധികവും കറുത്ത ആളുകളാണ്, നമുക്കറിയാം അല്ലേ? അവരുദ്ദേശിച്ചിട്ടായിരിക്കും ചിന്തയിൽ ഈ പരസ്യം. നല്ല നിറം വരാൻ കനകതൈലം മേടിച്ച് ദിവസേന ഇങ്ങനെ പൂശിയാൽ നല്ല നിറമാവും. നായനാരെ പോലെ നല്ല ചുവന്ന നിറം വരും. എന്തുകൊണ്ടാണ് ഈ പരസ്യം ചിന്തയിൽ കൊടുക്കുന്നത്? ചിന്ത വായിക്കുന്നവരാരും അബദ്ധത്തിൽ പോലും കനകതൈലം വാങ്ങിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വൈദ്യനുണ്ട്. ഇല്ലേ? മനോരമയിലും മാതൃഭൂമിയിലൊക്കെ പരസ്യം കൊടുത്താൽ അവിടെ വല്ല പ്രയോജനമുണ്ട്? ഇത് കണ്ട് മനുഷ്യൻ തെറ്റിദ്ധരിച്ച് പിന്നെ വാങ്ങിക്കും. എന്തുകൊണ്ട് ചിന്തയിൽ കൊടുത്തു എന്ന് ചോദിച്ചാൽ, ആരോഗ്യ വകുപ്പ് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. വൈദ്യന്റെ ആഫീസ് റെയ്ഡ് ചെയ്യാതിരിക്കാൻ ഒരു എളുപ്പ വഴിയാണ് കനകതൈലത്തിന്റെ പരസ്യം ചിന്തയിൽ കൊടുക്കുന്നത്. അപ്പൊ ചിന്തയ്ക്ക് ഒരു വരുമാനം കിട്ടുന്നതാണ്. 5 കൊല്ലം സർക്കാരിനെ പേടിക്കുന്ന, ആരോഗ്യ വകുപ്പിനെ പേടിക്കുന്ന, ശ്രീമതി ടീച്ചറെ പേടിക്കുന്ന, അതാണ് ബുദ്ധി. ഇതുപോലെയുള്ള എത്ര തട്ടിപ്പുകൾ ചിന്തയിലാണെങ്കിലും ദേശാഭിമാനി വാരികയിലാണെങ്കിലും ഏത് പത്രത്തിലാണെങ്കിലും ഇത് തന്നെയാണ് തട്ടിപ്പിന്റെ രീതി. പിന്നെ മറ്റൊന്ന്, മുതലാളിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വാർത്തകൾ പത്രത്തിൽ വരുന്നു. വീരേന്ദ്രകുമാർ ഭൂമി കയ്യേറി, ഹൈക്കോടതി വിമർശിച്ചു. പത്രത്തിൽ വരില്ല. മാതൃഭൂമിയിലല്ല, ഒരു പത്രത്തിലും വരില്ല. കാരണം എല്ലാ മുതലാളിമാരും ഒരു കൈയാണ്. ഞാൻ നടത്തുന്ന തട്ടിപ്പ് നീ കൊടുക്കാതിരുന്നാൽ നീ നടത്തുന്ന തട്ടിപ്പ് ഞാൻ കൊടുക്കാതിരിക്കാൻ. അതിന്റെ പ്രത്യുപകാരം എന്താണ്? പന്തല്ലൂർ ദേവസ്വത്തിന്റെ ഭൂമി മനോരമ കയ്യേറി. പത്രത്തിൽ വരുമോ? മാതൃഭൂമിയിൽ വരുമോ? വരില്ല. മാതൃഭൂമിയിൽ വരില്ല. ജർമ്മൻ ബാങ്കിൽ MRF കള്ളപ്പണം. ഈ വാർത്ത എത്ര പത്രത്തിൽ വന്നു?
ദേശാഭിമാനിയിൽ പോലും വന്നില്ല. ദേശാഭിമാനിയിൽ വന്നില്ല. അത് സിറാജിലും മാധ്യമത്തിലും മാത്രമേ വന്നുള്ളൂ. ദേശാഭിമാനിയിലും ജനയുഗത്തിലും വന്നില്ല. ജന്മഭൂമിയിലും വന്നില്ല. MRFന്റെ കള്ളപ്പണം ഉണ്ടെന്ന് എഴുതിയാൽ ജന്മഭൂമിയുടെ സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നു എനിക്ക് തോന്നുന്നു. മുരളി പാറപ്പുറമുണ്ടല്ലോ, അദ്ദേഹം ഇതിന് മറുപടി പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. വന്നില്ല. കാരണം മനോരമക്കാരന് കള്ളപ്പണം ഉണ്ടെന്ന് പറയാൻ ജന്മഭൂമിക്ക് മുട്ടിടിക്കും. പോട്ടെ, സിനിമാ നടൻ മമ്മൂട്ടി ഭൂമി കയ്യേറി. പിണറായി വിജയനെ പേടിക്കാത്തവർക്കും മമ്മൂട്ടിയെ പേടിയാണ്. നമ്മുടെ റോയി സാറിന്റെ മംഗളത്തിൽ വന്നിട്ട് ഈ വാർത്ത പറഞ്ഞു. എനിക്കൊരു സന്തോഷം തോന്നിയത് അത് വായിച്ചു. മൂന്നാറിൽ മമ്മൂട്ടി ഭൂമി കയ്യേറിയതുള്ള വാർത്ത. എന്തുകൊണ്ടാണ് ജന്മഭൂമിയിൽ വരാൻ? മമ്മൂട്ടി എന്തിനാണ് ജന്മഭൂമി പേടിക്കുന്നത്? അദ്വാനിയുടെ ആത്മകഥ കൈപ്പറ്റിയ ആളാണെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. എങ്കിൽ പോലും മമ്മൂട്ടിയെ എന്തിനാണ് ജന്മഭൂമി പേടിക്കുന്നത്? ദേശാഭിമാനിക്ക് പേടിക്കണം. കാരണം പാർട്ടി ചാനലിലെ ചെയർമാൻ ഇല്ലേ? മറ്റൊരു പത്രത്തിൽ വന്നില്ല. ഏത് ക്ലൗഡ് നയൻകാർ കയ്യേറിയാൽ പത്രത്തിൽ വരും ഇല്ലേ? മമ്മൂട്ടി കയ്യേറിയ ഭൂമിയിൽ പത്രത്തിൽ വരില്ല. അതെന്താണ്? വരില്ല. പന്തല്ലൂർ ദേവസ്വത്തിന്റെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നു. ഒരു പത്രത്തിൽ വന്നു. ജന്മഭൂമിയിലൊക്കെ വളരെ ചെറുതായിട്ട് ഒരു ചെറിയ വാർത്ത. പക്ഷെ ഈ മുസ്ലിം മാനേജ്മെന്റിലുള്ള പത്രങ്ങൾ അവർക്ക് മനോരമയോട് കുറച്ച് ദേഷ്യമുള്ളതുണ്ട്. വളരെ ശക്തമായിട്ട് MRFന് കള്ളപ്പണം ഒന്നാമത്തെ ലീഡ് വാർത്തയാണ്. പന്തല്ലൂർ ദേവസ്വത്തിന്റെ ഭൂമി കയ്യേറും. തേജസ്സിലാണ് വരുന്നത്. ക്ഷേത്രത്തിന്റെ ഭൂമി കയ്യേറിയത് തിരിച്ചു കൊടുക്കണമെന്നുള്ള വാർത്ത തേജസ്സിൽ വന്നു, മാധ്യമത്തിൽ വന്നു, സിറാജിൽ വന്നു. ജന്മഭൂമിയിലും വളരെ ചെറുതായിട്ട്. സൂക്ഷിച്ചു നോക്കണം. ഞാൻ ഒരുപാട് ബന്ധപ്പെട്ടാണ് ഈ വാർത്തകൾ പലതും കണ്ടുപിടിക്കുന്നത്. മനസ്സിലായത് നമ്മുടെ ജോലി ഇതായി പോയി. അതുകൊണ്ടാണ് വരുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? വളരെ ലളിതമല്ലേ. ഇനി പത്രങ്ങളുള്ള കാലത്ത്, പത്രം മാത്രമായിരുന്ന കാലത്ത് ഏത് വാർത്തയും പത്രക്കാർ വിചാരിച്ചാൽ മുക്കാം. മാതൃഭൂമി മനോരമയോട് ഒത്തുപിടിച്ചാൽ കേരളത്തിൽ ഒരു വാർത്തയും ജനങ്ങൾ അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. സിറാജ് പത്രം വായിക്കുന്നവർ എത്ര പേരുണ്ട്? വളരെ കുറവില്ല. ഇപ്പൊ MRFന് കള്ളപ്പണം ഉണ്ടെന്ന് ഞാൻ പറയുമ്പോഴായിരിക്കും ഇവിടെ ഇരിക്കുന്നത് പല ആൾക്കാരും അറിയുന്നത്. കാരണം മാധ്യമത്തിൽ സിറാജിൽ മാത്രം വാർത്ത വന്നു. മുസ്ലിം ഐസ്ക്രീം കേസ് വരുന്ന കാലത്ത് എങ്ങനെയാണ്? ഒരു നേതാവ് ആരാണാവും? ചില പത്രങ്ങളിൽ ലീഗ് നേതാവ്. ലീഗിന് ഒരുപാട് നേതാക്കന്മാരില്ലേ? പാണക്കാട് തങ്ങൾ മുതൽക്ക് ഇബ്രാഹിം കുഞ്ഞു വരെയുള്ളൊക്കെ നേതാക്കന്മാരാണ്. നേതാക്കന്മാർക്ക് ഒരു ക്ഷാമമില്ലാത്ത പേപ്പർ. ഇവരൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കും, സംശയിക്കും. അതാ കുഴപ്പം. മുൻമന്ത്രിമാരെ എത്രയാ? VM സുധീരനെ പോലും നമുക്ക് സംശയിക്കാം ഇല്ല, അദ്ദേഹം മുൻമന്ത്രിയാണ്. TH മുസഫി വേണമെങ്കിൽ സംശയിക്കാം, അദ്ദേഹം മുൻമന്ത്രിയാണ്. PP തക്കച്ചനെ സംശയിക്കാം. പക്ഷെ എല്ലാവർക്കും അറിയാൻ ആളാരെന്നുള്ളത് പേര് പറയില്ല എന്ന് മാത്രമേ. അന്തർജനങ്ങൾ ഭർത്താവിന്റെ പേര് പറയാത്ത പോലെയാണ്. ഈ മുൻമന്ത്രിയുടെ പേര് ഒരു പേപ്പറിൽ വരില്ല. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ പേര് പറയില്ല. പേര് പറയാൻ കാലത്ത് നാണമാണ്. പിന്നെ അത് ഇന്ത്യ വിഷനിലെ റജീന നേരിട്ട് വന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാ പേപ്പറുകാരും പിറ്റേ ദിവസം എഴുതി. അന്നാണ് സത്യത്തിൽ പത്രമാധ്യമത്തെ ദൃശ്യമാധ്യമം കവച്ചു വെച്ച ദിവസം എന്ന് പറയുന്നത്. ചരിത്രത്തിലെ ദിവസം റെഡ് ലെറ്റർ ഡേ ആണ്. കൃത്യം. ഇനി ആർക്കും മറച്ചു വെക്കാൻ പറ്റില്ല, മൂടി വെക്കാൻ പറ്റില്ല. ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോയിലാണ് ഈ റജീന വന്ന് കൊടുത്തത്. പക്ഷെ ഏഷ്യാനെറ്റിലാണ് ഈ വാർത്ത ഏറ്റവും അവസാനം വന്നത്. കാരണം അവർ ആലോചിച്ചു കൊടുക്കണോ വേണ്ടോ. ഇന്ത്യ വിഷനിൽ ആദ്യം വന്നു, കൈരളിയിൽ പുറകെ വന്നു, സൂര്യയിൽ വന്നു, രാത്രി 10 മണിയുടെ മുന്നേറ്റിൽ ഏഷ്യാനെറ്റിൽ വന്നു, പിറ്റേ ദിവസം മനോരമയിലും മാതൃഭൂമിയിലും വന്നു. അപ്പോഴും കേരളകൗമുദി പത്രത്തിന്റെ സംശയം തീർന്നില്ല. കേരളകൗമുദിയിൽ വന്നില്ല. കേരളകൗമുദി 3-ാം ദിവസമാണ് വാർത്ത കൊടുത്തത്. കാരണം ആലോചിക്കായിരുന്നു കൊടുത്താൽ പ്രശ്നമാവോ, ആളുകൾ എന്ത് വിചാരിക്കും. പക്ഷെ അപ്പോഴത്തേക്കും ആളുകൾ മറ്റു കൂട്ട് വിചാരിക്കാൻ തുടങ്ങി. ഇനി നേഴ്സുമാരുടെ സമരം. ഇപ്പൊ റോയി സാർ പറഞ്ഞു, നേഴ്സുമാരുടെ സമരം ബോംബെയിലും ഡൽഹിയിലും സമരം നടന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ പത്രങ്ങൾക്ക് എന്തൊരു ആവേശമായിരുന്നു ഇല്ലേ? PT തോമസ് പോകുന്നു, ആന്റണി പോകുന്നു, നഴ്സുമാരുടെ കണ്ണീരൊപ്പാൻ തൂവാല ഇവിടെ നിന്ന് വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. ഇവിടെ സമരം തുടങ്ങിയപ്പോഴെന്തായിരുന്നു? ഒരു പത്രത്തിൽ നഴ്സുമാരുടെ സമരം അനാവശ്യം എന്ന വാർത്ത LF മാനേജ്മെന്റിന്റെ വാർത്ത ദീപികയിൽ വന്നു, മനോരമയിൽ വന്നു, പലതിലും വന്നു. പക്ഷേ നഴ്സുമാർ സമരം ചെയ്യുന്നു എന്ന വാർത്ത പറഞ്ഞു. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ അതിനെ അവർ അതിജീവിച്ചെങ്ങനെയെന്നറിയോ? റോയി സാർ അതും പറഞ്ഞില്ല. ഈ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷന്റെ വക്കീൽ ഞാൻ ഒരുപാട് ട്രേഡ് യൂണിയനോട് ഒരുപാട് കേസ് എടുത്തിട്ടുള്ളതാണ്. എന്റെ സ്പെഷ്യലൈസേഷൻ ലേബർ ലോയർ, തൊഴിൽ നിയമങ്ങളാണ്. SCS മെനൻ മുതൽക്ക് ഒരുപാട് ട്രേഡ് യൂണിയൻകാരുമായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഈ ചെറുക്കന്മാരുടെ കാര്യം വലിയ കഷ്ടമാണ്. അവർക്ക് തൊഴിൽ നിയമത്തെ പറ്റി ഒന്നും അറിയില്ല, യാതൊന്നും അറിയില്ല. കേസ് നടത്തേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല, എന്ത് സ്റ്റാൻഡ് എടുക്കണമെന്ന് അറിയില്ല, കൺസിലിയേഷൻ എന്താണെന്ന് അറിയില്ല, അഡ്ജുഡിക്കേഷൻ എന്താണെന്ന് ഒന്നും അറിയാൻ പാടില്ലെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട യോഗ്യത. അവരുടെ യോഗ്യത എന്ന് പറയുന്നത് സമരം ആവേശം മാത്രമാണ്. വെറും ആവേശം കൈമുതലാക്കിക്കൊണ്ട്
സംഘടിപ്പിക്കുന്ന ആൾക്കാർ അവർക്ക് സംഘടനാ സംവിധാനത്തെ പറ്റി ഒന്നും അറിയില്ല. ഒക്കെ ചെറുപ്പക്കാരാണ്, വളരെ പയ്യന്മാരാണ്. ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞ ആളാണ് ഇവിടുത്തെ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവ്. ഒരു ചെറുപ്പക്കാരൻ, ആളെന്നൊന്നും പറയാനില്ല. ഇപ്പൊ ജാസ്മിൻ ഷായോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അവര് പിന്നെ എങ്ങനെ ഇതിനെ മറികടന്നു? അപ്പൊ ജാസ്മിൻ ഷായോട് പറയും, സാറേ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പേടിയില്ല, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ട്വിറ്ററിൽ കൂടിയാണ് ആശയവിനിമയം നടത്തുന്നത്. അപ്പൊ എനിക്കിതിനെ പറ്റി ഒന്നും പറയത്തക്ക പിടിപാടില്ല, സാറിനുള്ള അറിവുകളും എനിക്കില്ല. ഞങ്ങൾ ട്വിറ്ററിൽ കൂടിയാണ് പ്രശ്നങ്ങൾ സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടിയാണ്. മനോരമയിൽ ഞങ്ങളുടെ വാർത്ത വന്നില്ല, ഞങ്ങൾ ട്വിറ്ററിലേ ഉള്ളൂ, ഞങ്ങളുടെ വാർത്തകൾ മനോരമ പ്രസിദ്ധീകരിക്കുന്നില്ല. പിറ്റേ ദിവസം ഫ്രാൻസിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള നഴ്സുമാരും ഇവിടെയുള്ള അവരുടെ മാതാപിതാക്കളും ഒക്കെ മനോരമയുടെ ഓഫീസിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വാർത്ത കൊടുത്തില്ലെങ്കിൽ വിവരം അറിയും, ഞങ്ങൾ മനോരമ നിർത്തുകയാണ്. വിവരം അറിഞ്ഞു. പിറ്റേ ദിവസം വാർത്ത കൊടുക്കാൻ തുടങ്ങി. മനോരമ ചാനലിലും കൊടുക്കാൻ തുടങ്ങി, പത്രത്തിലും കൊടുക്കാൻ തുടങ്ങി. കാരണം കച്ചവടം പൊളി. മനസ്സിലായി? ഇതാണ് അതിന്റെ ധൈര്യം. മനോരമ ചാനലിൽ എന്താണ് നമ്മുടെ എന്തോ ഒരു നായരില്ലേ, അയാളുടെ പേരെന്താ, നേരെ മറ്റേ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ശേഖരൻ നായർ, ശ്രീകണ്ഠൻ നായർ. ആ നായര് പല നായന്മാര് പല തരക്കാരുണ്ട്. ഇയാള് എന്തോ ഒരു ടോക്ക് ഷോ നടത്തുന്നു, സമദൂരം. നേരെ വേറെ എന്തോ ഒരു പേരാണ് ഏഷ്യാനെറ്റിലായിരുന്നു. സമദൂരം വന്നപ്പോൾ സമദൂരത്തിൽ പുള്ളി നഴ്സുമാരുടെ സമരത്തെ അങ്ങേറ്റം ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക താല്പര്യം. ഈ പരിപാടി കഴിഞ്ഞ ഉടനെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ, അഖില ലോക അടിസ്ഥാനത്തിൽ നഴ്സുമാര് ഇയാളെ ഫോൺ വിളിച്ച് തെറി പറയുക. തെറി എന്ന് പറയുന്നത് ഇത് ചില പ്രയോജനമുണ്ടെന്ന് മനസ്സിലായി. അയാൾ അന്ന് ഫോൺ ഓഫ് ചെയ്തതാണ്. പിന്നെ എത്രയോ കാലം കഴിഞ്ഞു, മാസം കഴിഞ്ഞിട്ടാണ് പുള്ളി ഫോൺ ഓൺ ചെയ്യാൻ പറ്റിയത്. കാരണം അത്ര വലിയ തെറിയത്, ചെവി പൊട്ടുന്ന തെറിയത്. മനസ്സിലായി? അങ്ങനെയാണ് നഴ്സുമാരുടെ സമരം വിജയിച്ചത്. പിന്നെ അങ്കമാലിയിൽ നമ്മൾ കണ്ടല്ലോ, കൂവി വിളിച്ചാണ്. കൂക്കുവിളിയും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. വിജയമാഷിന്റെ അല്ലെങ്കിൽ പറഞ്ഞത് എം എൻ വിജയമാഷ്. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോഴും നിങ്ങൾ ഓർക്കുന്നത് എന്താണ് സംഭവിച്ചത്? SMS വഴിയാണ് ആശയവിനിമയം നടത്തിയത്. 10,000 SMS പാറി നടന്നത് അച്യുതാനന്ദന് അനുകൂലമായിട്ട്. രണ്ടാമത് സീറ്റ് നിഷേധിച്ചപ്പോൾ പ്രകാശ് കാരാട്ടിന്റെ നമ്പർ വെച്ചിട്ടാണ്, നിങ്ങളുടെ പ്രതിഷേധം ഈ നമ്പറിൽ അറിയിക്കുക. മനസ്സിലായോ? പ്രകാശ് കാരാട്ടിന്റെ ഫോൺ ജാമായി കളി. പ്രതിഷേധത്തിന്റെ കാഠിന്യം കൊണ്ട് അങ്ങനെയുള്ള അച്യുതാനന്ദന് രണ്ടാമത് സീറ്റ് കൊടുത്തു. മനസ്സിലായോ? ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി പോലെ ഒരു സ്റ്റാലിനിസ്റ്റ് സമീപനം കൈക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പരമാധികാര സ്ഥാപനം എടുത്ത തീരുമാനം മാറ്റിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ശക്തമാണ് അഭിപ്രായം. ഇതാണ് നമ്മൾ കാലത്തെ അതിജീവിക്കുന്നത്. മനോരമക്കാരനും മാതൃഭൂമിക്കാരനും വിചാരിച്ചാൽ ഇനിയുള്ള കാലത്ത് ഒരു ചുക്കും നടക്കില്ല. മനസ്സിലായ? കാലം മാറിപ്പോയി. വാർത്തകൾ മുക്കാം, അവരുടെ പത്രത്തിൽ വരില്ലെന്നുള്ളൂ, ആളുകൾ വരെ പരിഹസിക്കും. മനസ്സിലായത്? കാലം ഒരുപാട് മാറി. ഇനി മലയാള മനോരമയുടെ മാതൃഭൂമിയുടെ ഒന്നും ഒരു കളി നടക്കില്ല. വീരേന്ദ്രകുമാറിന്റെ പത്രത്തിൽ അദ്ദേഹത്തിന്റെ പടം കാണാം, അദ്ദേഹത്തിന് അത് കണ്ട് നിർവൃതി കൊള്ളാമെന്നല്ലാതെ അപ്പൊ അതുപോലും പഴയ പോലെ വരുന്നില്ല. മനസ്സിലായത്? കള്ളപ്പണം ഉണ്ടെങ്കിൽ ആളുകൾ അപ്പൊ തന്നെ അറിയും, സെക്കൻഡ് വെച്ചറിയും. പിന്നെ പ്രസിദ്ധീകരിച്ച വാർത്തകളെക്കാൾ പ്രസിദ്ധീകരിക്കാത്ത വാർത്തകൾക്ക് പ്രാധാന്യം കിട്ടും. അടിയന്തരാവസ്ഥ കാലത്ത് എന്തുണ്ടായിരുന്നു? റോയ് സാറോട് സൂചിപ്പിച്ചു, പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അപ്പൊ ഇന്ദിരാഗാന്ധി വരച്ചത് ഇത് ആരും അറിയില്ല. ഇവിടെ നടക്കുന്ന അക്രമങ്ങൾ, ഉരുട്ടലിനെ കുറിച്ച് ആളുകൾ അറിയില്ല. തുർക്കമാൻ ഗേറ്റിൽ മുസ്ലിങ്ങളെ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയരാക്കിയത് ആരും അറിയില്ല. ഈ വക തട്ടിപ്പുകളൊക്കെ മൂടി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. അന്ന് തന്നെ എല്ലാവർക്കും അറിയാം ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതിഭയങ്കരമായ കാര്യങ്ങളാണ്. പിന്നെ നടന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നടന്നു എന്ന് ആളുകൾ വിശ്വസിച്ചു. കിംവദന്തികൾ കാട്ടുതീ പോലെ പടർന്നു. അതുകൊണ്ടാണല്ലോ അവർ തോറ്റുപോയത്. ഇന്ദിരാഗാന്ധിയെ പോലെ ശക്തിയായ ഒരു ഭരണാധികാരി, റായ്ബറേലി പോലെ അവരുടെ കുടുംബ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വാർത്തകൾ മൂടിവെക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. നമ്മുടെ മലയാള പത്രങ്ങൾ എന്താ ചെയ്തിരുന്നത് ആ സമയത്തെന്ന് അറിയുമോ? ഭയങ്കര രസമല്ലേ? അങ്കമാലിയിൽ നിന്ന് ലില്ലി ലിസി എന്ന് പറഞ്ഞ 2 സ്ത്രീകളെ കടന്നു. റോയ് സാറിന് ഓർമ്മ? ലില്ലി ലിസി എന്ന് പറഞ്ഞ 2 സ്ത്രീകളെ കാണാതെ പോയി. എവിടെ പോയാ? മാതൃഭൂമിയും മലയാള മനോരമയും അടിയോട് അടിയാണ്. ലില്ലിയും ലിസിയും എവിടെ? ആവോ, ആഴ്ചകൾ കഴിഞ്ഞു, ഒരു വിവരവുമില്ല. അവസാനം ഇവര് കട്ടക്കിലോ ഭുവനേശ്വറിലോ മറ്റോ കണ്ടെത്തി. ഇവര് കുടുംബകലഹം കാരണം വീട്ടിൽ നിന്ന് പോയതാണ്. ലില്ലി ലിസിയെ കണ്ടെത്തിയപ്പോ പത്രങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനുണ്ടായി. പിന്നെ എന്ത് ചെയ്യും? കണ്ടെത്തി. ഈ സമയത്താണ് സത്യത്തിൽ മലയാള പത്രങ്ങളിൽ കാർഷിക രംഗം ആരംഭിച്ചത്. അതിനു മുമ്പ് ആ പേജില്ല, കാരണം വാർത്തകളായിരുന്നു. ഒരു വാർത്തയും ഇല്ലാതെ വന്നു. അപ്പോൾ എന്ത് ചെയ്യും? കൊമ്പൻ ജില്ലയെ പിടിക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് ലേഖനം. ആഫ്രിക്കൻ പായൽ നിർമ്മാർജ്ജനം ചെയ്തത് എങ്ങനെ? ഇങ്ങനത്തെ വാർത്തകളായിരുന്നു. വേറെ ഒരു വാർത്തയില്ലാത്ത അവസ്ഥ വന്നു.
മനസ്സിലായില്ല. ഇവരൊക്കെ ഇത്രയും. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ സ്തുതികൾ, ഇന്ദിരാഗാന്ധി മഹാമായെ എന്നുള്ള കീർത്തനാലാപം, നാവടക്കൂ പണിയെടുക്കൂ. റേഡിയോയിൽ സിനിമ പാട്ട് കേൾക്കാൻ പറ്റില്ലായിരുന്നു പറയൂ. ചലച്ചിത്ര ഗാനങ്ങളാണ്, അന്ന് ടി വി ഒന്നുമില്ല. നമ്മുടെയൊക്കെ ആയ ഒരു വിനോദ ഉപാധി എന്ന് പറഞ്ഞ ചലച്ചിത്ര ഗാനങ്ങളാണ്. ചലച്ചിത്ര ഗാനം കേൾക്കാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ സൂക്തങ്ങളാണ്. നാവടക്കൂ പണിയെടുക്കും. ഇനി രാജഹംസം എന്ന സിനിമയിൽ യേശുദാസ് പാടിയെടുക്കും. അപ്പോൾ സന്യാസിനി നീ ആ പാട്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ സൂക്തം, അടിയന്തരാവസ്ഥ ജനനന്മയ്ക്ക്, കഠിനാധ്വാനം, ദൂരവീക്ഷണം, വായുഭക്ഷണം, പിന്നെ പാട്ട്. അങ്ങനെ സിനിമ പാട്ടിനോടുള്ള താല്പര്യം തീർന്നു പോയത് അടിയന്തരാവസ്ഥക്കാലത്താണ്. ഞാനൊക്കെ സിനിമ റേഡിയോ കേൾക്കുന്നത് നിർത്തി. ഈ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അന്ന് സാക്ഷാൽ LK അദ്വാനി പറഞ്ഞ ഓൾ ഇന്ദിര റേഡിയോ. മനസ്സിലായി? ഇന്ദിരയുടെ ഭക്തി മാത്രമുള്ളൂ. ഇന്ദിരയെ സ്തുതിച്ചുകൊണ്ടിരിക്കും. മിസ്സിസ് ഗാന്ധി, മിസ്സിസ് ഗാന്ധി, എന്ത് പറഞ്ഞാലും മിസ്സിസ് ഗാന്ധി. അത് കുറെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് വന്ന് ഈ പിശാചിനെ തോപ്പിച്ചിട്ട് വേറെ കാര്യമുള്ളൂ. മനസ്സിലായില്ല? അങ്ങനെ തോന്നുന്നു. ഇത് കുറെ കഴിയുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും. ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം. ഇപ്പൊ നമ്മൾ വാരാദ്യമൊക്കെ നടത്തുന്ന പോലെ റേഡിയോയിൽ ഇപ്പൊ ഉണ്ടെന്ന് എനിക്കറിയില്ല, കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ്. അത് 6 മണി തുടങ്ങി കഴിഞ്ഞാൽ 6:05 തീരും. 6 മണിക്ക് ഇംഗ്ലീഷ് ന്യൂസ് ആണെങ്കിൽ 6:05 കറന്റ് അഫയേഴ്സ് ആണ്. കറന്റ് അഫയേഴ്സ് ഇംഗ്ലീഷിലാണ്, ഡൽഹിയിൽ. അപ്പൊ ഇത് എന്ന് വെച്ചാൽ രാജ്യത്ത് പത്രങ്ങളിൽ വരുന്ന വാർത്തകളെ കുറിച്ചിട്ടുള്ള ഒരു പരിപാടി. 1984 രാമറാവുവിന്റെ സർക്കാരിനെ ഇന്ദിരാഗാന്ധി അട്ടിമറിച്ചിട്ട് ഭാസ്കര റാവു എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ട് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ. ആരും അറിഞ്ഞില്ല രാമറാവു മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹം വിചാരിച്ചിട്ട്. അപ്പോഴാണ് ഭാസ്കർ റാവുവിനെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് ഗവർണർ രാംലാൽ. ഈ നടപടി അന്ന് വരെ ഉണ്ടാകാത്ത രീതിയിൽ അഭൂതപൂർവമായ ഒരു വലിയ അട്ടിമറിയാണ്. EMS-നെ അട്ടിമറിച്ച പോലെയല്ല. മുഖ്യമന്ത്രി വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ, ക്ലിഫ് ഹൗസ് പോലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ബസ്സിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരാളെ വിളിച്ചിട്ട് താനാണ് ഇന്നോട്ട് മുഖ്യമന്ത്രി എന്ന് പറയാൻ സ്വയർ ചെയ്യിക്കും. എല്ലാ ആളുകളും അതിനെ എതിർത്തു. CPM-കാരും CPI-ക്കാരും BJP-ക്കാരും എന്ന് വേണ്ട ശിവസേനക്കാരും എതിർത്തു. എല്ലാ പത്രങ്ങളും, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, എല്ലാവരും എതിർക്കുകയാണ്. അപ്പൊ ഞാൻ വളരെ താല്പര്യപൂർവ്വം കറന്റ് അഫയേഴ്സ് കേൾക്കരുത്. ഇന്നൊരു ദിവസമെങ്കിലും കേന്ദ്ര സർക്കാരിനെ ആരെങ്കിലും എതിർത്തു എന്ന് റേഡിയോയിൽ പറഞ്ഞു കേൾക്കുമല്ലോ എന്ന് താല്പര്യത്തോട്ടാണ്. അപ്പോഴെന്താ സംഭവം എന്നറിയോ? കോൺഗ്രസിന്റെ ഒരു പത്രം ഉണ്ടായിരുന്നില്ലേ, ഒരു അഖിലേന്ത്യാ വീക്ഷണം, എന്തായിരുന്നു അതിന്റെ പേര് സാറേ? ഫിറോസ് ഗാന്ധി പത്രമായിരുന്നു, ഹിന്ദുസ്ഥാൻ ടൈംസ്, അങ്ങനെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അവിടുത്തെ അഖിലേന്ത്യാ വീക്ഷണം, നാഷണൽ ഹെറാൾഡ്, രാമറാവുവിന്റെ മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിന് നാഷണൽ ഹെറാൾഡ് സ്വാഗതം ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു നാഷണൽ ഹെറാൾഡ് ഒരു പത്രമല്ല, പിന്നെ എത്രയോ പത്രങ്ങളുണ്ട്. നാഷണൽ ഹെറാൾഡിന്റെ അവിടുത്തെ വീക്ഷണമാണ്. ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു, ഇന്ത്യൻ എക്സ്പ്രസ് എന്ന്, സ്റ്റേറ്റ്സ്മാൻ എന്ന് പറഞ്ഞു, പറയുന്നില്ല. 5 മിനിറ്റും നാഷണൽ ഹെറാൾഡ് സ്വാഗതം ചെയ്തു എന്ന് തന്നെ അതിന്റെ എഡിറ്റോറിയൽ എന്നുള്ള ഭാഗങ്ങളൊക്കെ വായിച്ച് കേൾപ്പിച്ച് നമ്മളെ സന്തുഷ്ടരാക്കി. ഇതായിരുന്നു ഒരു രീതി. അതുകൊണ്ടൊന്നും ഈ രാജ്യത്ത് ഒരു പുല്ലും നടക്കില്ല എന്ന് പിന്നീട് മനസ്സിലായി. രാമറാവു പോയേക്കാൾ ശക്തമായിട്ട് തിരിച്ചു വന്നു. പിരിച്ചുവിട്ട ഗവർണറെ പിരിച്ചുവിട്ടിട്ട് വേറെ ആളെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പത്രാധിപന്മാർക്കൊരു വിചാരമുണ്ട്. പണ്ടൊരു അമ്മമ്മ ചെയ്തല്ലേ, നേരം വെളുക്കാതിരിക്കാൻ വേണ്ടി കോഴിയെ നാട് കിടത്തിയ പോലെ സൂര്യൻ ഉദിക്കില്ല എന്നാണ് അവർ വിചാരിച്ചത്. സൂര്യൻ ഉദിക്കും. ആ കാര്യം ഒരു ഓർമ്മ നമ്മുടെ പത്രാധിപന്മാർക്കും പത്രപ്രവർത്തകർക്കും ഉണ്ടാകുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.